ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഗ്രഹത്തിൻ്റെ വക്രഗതിയെ പറ്റിയാണ്. അതായത് 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെ മീനം രാശിയിൽ നിൽക്കുന്ന ശനിക്ക് വക്രഗതി വരികയാണ്. ഇപ്പം മീനം രാശിയിൽ ശനി വക്രഗതിയിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് വന്നത്. ഇപ്പോൾ കർമ്മത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയൊക്കെ കാരകത്വമുള്ള ഒരു ഗ്രഹമാണ് ശനി. ഇപ്പോൾ ആ ശനി, പൊതുവെ ശനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമാണ്. അതേസമയം ശനി ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെയൊക്കെ ജീവിക്കണം, എന്ത് കർമ്മങ്ങൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരെ പരിപോഷിപ്പിക്കുകയും അതേസമയം പഠന തൽപരരല്ലാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ടാണ് നമ്മൾ ശനിയെ കാണേണ്ടത്. ഇപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ജൂലൈ 13 മുതൽ നവംബർ 28 വരെ വക്രഗതിയിലാകുകയാണ്. നമുക്കറിയാം, ഈ ഗ്രഹങ്ങൾ വ്യത്യസ്ത വേഗതകളിലാണ് സൂര്യനെ വലയം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാ കാൽക്കുലേഷൻസും ഈ ഭൂമിയെ അവലംബിച്ചാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസൊക്കെ നടത്തുന്നത്. പൊതുവെ നമുക്ക് ഒരു ഗ്രഹവും പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല, ഇതാണ് സത്യാവസ്ഥ. എന്നാൽ ചില സമയത്ത് ഒരു ഗ്രഹം ഭൂമിയുടെ അടുത്തുകൂടെ പ്രത്യക്ഷ സഞ്ചാരം നടത്തുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ വേഗതയിൽ ആപേക്ഷികമായിട്ടുള്ളൊരു വ്യത്യാസം അനുഭവപ്പെടും. ആ സമയത്ത് ആ ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നതിനെയാണ് ആ ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത്. ഇവിടെ ശനിയാണ് വക്രഗതിയിലാകുന്നത് എന്ന് പറയുമ്പോൾ, ശനി വക്രഗതിയിലാകുമ്പോൾ അത് ഏത് ഗ്രഹം വക്രഗതിയിലാകുമ്പോഴും അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും. ആ ഗ്രഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ഇപ്പോൾ വക്രഗ്രഹത്തിന് പൊതുവെ ചേഷ്ടാബലം കൂടും, അത് തരുന്ന ഫലങ്ങൾ കൂടും എന്ന് പറയുമ്പോൾ അത് നല്ലതായാലും മോശമായാലും ആ അനുഭവം നമുക്കുണ്ടാകും. ഇപ്പോൾ നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നവർക്ക് സത്ഫലവും, മോശമായ മാർഗങ്ങൾ അവലംബിച്ച് മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുഷ്ഫലവും ഈ ശനി നൽകും എന്നുള്ളതാണ് ഈ വക്രശനി കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ ഒരു ഗ്രഹം വക്രഗതിയിലാവുമ്പോൾ നമ്മൾ നടത്തി വന്ന പ്രവർത്തനങ്ങൾ ഇവാലുവേഷൻ നടത്തി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം സാധ്യമാകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശനി വക്രത്തിലാകുമ്പോൾ, മീനൻ രാശിയിൽ വക്രത്തിലാകുന്നത് പ്രത്യേകിച്ച് ധനു, മകരം, കുംഭം, മീനക്കൂറുകാരെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും മീനരാശിയിൽ ശനി വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തെന്ന് നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവരാണ്. ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനുമാണ്, 3ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 2ഉം 3ഉം ഭാവാധിപനായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് 29 മുതൽ 4ാം ഭാവരാശിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുകയാണ്. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ആ 4ൽ നിൽക്കുന്ന ശനി വക്രഗതിയിലാവുന്നു. അങ്ങനെ വക്രഗതിയിലാവുന്ന ശനി ഈ കൂറുകാരുടെ 6, 10 അതുപോലെ 1 ജന്മരാശികൾ ദൃഷ്ടി ചെയ്യുന്നു. അപ്പം ഈ കൂറുകാർക്ക്
ശനി ഒരു മിത്രഗ്രഹമല്ല. പൊതുവെ 4-ൽ ശനി നിൽക്കുന്നു. ഈ കുറുകാരുടെ 4-ൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു കണ്ടകശനി സമയമാണ്. അപ്പം 4-ലെ ശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 4-ൽ ശനി നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു സന്തോഷക്കുറവ്, മാനസികമായിട്ടുള്ള ടെൻഷൻ, പിരിമുറുക്കം, സുഖക്കുറവ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏപ്രിൽ മുതൽ അതവർ അനുഭവിച്ചു വരികയാണ്. ഇപ്പം ജൂലൈ 13 മുതൽ ഈ 4-ൽ നിൽക്കുന്ന ശനി വക്രഗതിയിലാകുന്നതിനാൽ നവംബർ 28 വരെ ഇവർക്ക് ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയാൻ സാധ്യതയുണ്ട്. മാനസികമായ ടെൻഷന് അയവുണ്ടാകും, ഒരു ആശ്വാസം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. 4-ൽ ശനി വക്രിയാകുമ്പോൾ ആ ശനി 3-ാം ഭാവരാശിയിലേക്കാണ്, ആ രാശിയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ശനി 3-ാം ഭാവാധിപനും കൂടെയാണ് എന്നുള്ളതിനാൽ അത് പൊതുവെ ഇവർക്ക് ഈ സമയത്ത് ഗുണം ചെയ്യും. 3-ാം ഭാവാധിപനായിട്ടുള്ള ശനി എന്ന് പറയുമ്പോൾ ശനിയുടെ മൂലത്രികോണ രാശിയാണ് ഈ 3-ാം ഭാവരാശി എന്ന് പറയുന്നത്. അപ്പം 4-ൽ ശനി ആകുന്നത് കൊണ്ട് 4-ാം ഭാവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്പം ആശ്വാസം ഉണ്ടാകും. എന്ന് പറയുമ്പോൾ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് കൂടും. മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. വീട് പുതുക്കുന്നതിനോ വീട്ട് പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ വീട്ടുപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവയിലൊക്കെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ 4-ലെ വക്രശനി ഈ കൂറുകാർക്ക് സഹായകമാകും എന്ന് പറയാം. ശനി 2-ാം ഭാവാധിപനായിട്ട് വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ധനവരവിൽ ചിലപ്പോൾ കുറവുണ്ടാകാം, അല്ലെങ്കിൽ കൈവശമുള്ള പണം ചെലവ് ചെയ്യേണ്ടുന്നൊരു സാഹചര്യം വരാം. ധനസമാഹരണത്തിന് കൂടുതൽ പ്രയത്നം, കൂടുതൽ വർക്ക് വേണ്ടി വരുന്ന സമയം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പൊതുവെ നമുക്ക് ഈ പ്രൈമറി തലത്തിലും സെക്കൻഡറി തലത്തിലുമൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ പഠനത്തിൽ ഒരു ശ്രദ്ധ കുറയാതിരിക്കാൻ അവർ ഈ സമയത്ത് ശ്രമിക്കണം. അതുപോലെ തന്നെ 4-ൽ ശനി വക്രത്തിലായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, അതുപോലെ തന്നെ ഈ ബിൽഡേഴ്സ്, അതുപോലെ സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, കൃഷിക്കാർ, ഇവരൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു ഇവാലുവേഷൻ നടത്തി വീഴ്ചകൾ കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയമാണ്. ശനി 3-ാം ഭാവാധിപനാണ്. 3-ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ ഈ കൂറുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്ന് പറയുമ്പോൾ ഈ കൂറുകാർ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവർ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നവർ, ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർ, അവർക്കൊക്കെ ഈ വക്രശനി വളരെ ഗുണം ചെയ്യും. തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തും. ഇപ്പോൾ നടക്കുന്ന അപകാരങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗുണാനുഭവം അവർക്കുണ്ടാകും. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള, ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും. ഭാവി കാര്യങ്ങളൊക്കെ ആലോചിച്ച് അത് പ്ലാൻ ചെയ്ത് അവ വിജയപ്രദമായിട്ട് നടപ്പിലാക്കി പോകുന്നതിനൊക്കെ അവർക്ക് കഴിയും. അതേസമയം അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ പെടാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനും ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആ ജന്മരാശിയിൽ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 3-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 11-ലും ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള ഒരു കഴിവ്, ഒരു ധൈര്യം ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകും. മാത്രമല്ല ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നത് അവർക്ക് നല്ല ചിന്തകൾ, നല്ല ഒരു കൂടുതൽ വിനയം ഒക്കെ ഉണ്ടാകുന്നതിന് അത് സഹായകമാകും. ഇപ്പോൾ വക്രശനിയൊക്കെ 6-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം ആയതുകൊണ്ട് ചിലർക്ക് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അവയിലൊക്കെ നമ്മൾ കെയർ വേണം. അതുപോലെ
കടബാധ്യതകൾ കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ വക്രശനി 10-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ ഒരു മെല്ലപ്പോക്ക്, തൊഴിലിടത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാനാകാത്ത ഒരു മാനസിക അവസ്ഥയൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ വിലയിരുത്തി അവ പരിഹരിച്ച് പോകാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകണം. മാത്രമല്ല ജന്മരാശിയിലും വക്രശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബിഹേവിയർ, അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇവയൊക്കെ നമ്മൾ വിലയിരുത്തി നമ്മുടെ ഇമേജ് ഒരു വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാശ്യാധിപനായിട്ടുള്ള ഗുരു ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത്തരം പ്രയാസങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും മീനൻ രാശിയിൽ ശനി വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽ പെടുന്നവർ, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ശനി, അതുപോലെ 2ാം ഭാവാധിപനുമാണ് ശനി. അപ്പോൾ ജന്മരാശ്യാധിപനും 2ാം ഭാവാധിപനായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് 29 മുതൽ 3-ൽ സഞ്ചരിക്കുകയാണ്. ആ 3-ൽ സഞ്ചരിക്കുന്ന ശനി ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ആ 3ാം ഭാവരാശിയിൽ വക്രത്തിലാകുകയാണ്. അപ്പോൾ വക്രശനി ഈ കുറുകാരുടെ 5-ലും 9-ലും 12-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള ശനിയാണ് വക്രത്തിലാകുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു വീണ്ടുവിചാരം, നമ്മുടെ വർക്കിൽ ഒക്കെ ഒരു വീണ്ടുവിചാരം ഉണ്ടാകേണ്ടുന്ന സമയമാണ്. ഏത് കാര്യമായാലും അവ വിശദമായി പഠിച്ച് പ്രവർത്തനങ്ങളെയൊക്കെ ക്ഷമാപൂർവം വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. പൊതുവെ ശനി 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. 7-ര ശനി സമയമൊക്കെ കഴിഞ്ഞ് ആ ശനി 3-ൽ നിൽക്കുകയാണ്. അപ്പോൾ ശനി 3-ൽ നിൽക്കുന്നത് നല്ലതാണ്, ഗുണാനുഭവങ്ങളൊക്കെ നൽകും. എന്നാൽ 3-ൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ആ ശനി ഏകദേശം 138 ദിവസത്തോളം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വർക്കിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് വളരെ അതിനെ പറ്റിയുള്ള അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ വിലയിരുത്തി വേണം അവർ അത് തുടങ്ങേണ്ടത്. അതേസമയം നിലവിലുള്ള വർക്കിൽ നിലവിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് പ്രയാസങ്ങളൊക്കെ മാറ്റിപ്പോകാം. അതിൻ്റെ വീഴ്ചകളൊക്കെ പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പൊതുവേ നമുക്ക് എല്ലാത്തിലും ഒരു റീ ഇവാലുവേഷൻ്റെ സമയമാണ്. 3-ൽ ശനി വക്രത്തിലാകുന്നു. അപ്പോൾ 3-ൽ നിൽക്കുന്ന ശനി വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം, സഹോദരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ശരീരകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കെയർ വേണം. അതുപോലെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ നിലനിർത്തി പോകണം. 3-ൽ ശനി വക്രത്തിലാകുമ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് നിലനിർത്തി പോകണം. 3-ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവ പരിഹരിച്ച് പോകാനുള്ള ഒരു ശ്രമമാണ് ഈ സമയത്ത് ഈ കുറുകാർക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട്, അയൽവക്കക്കാരോട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ വർക്ക്, അതുപോലെ നമ്മുടെ ആ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, ഇവയൊക്കെ നിലനിർത്തി പോകേണ്ട സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ പൊതുവെ നമുക്ക് അവയിലൊക്കെ പരിഹരിച്ച് പോകാമെങ്കിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ സാധ്യമാകും എന്ന് തന്നെ പറയാം. യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു റീ അസസ്മെൻ്റ് നടത്തി പോകുന്നവർക്ക് വക്രസ്ഥിതി, ഈ വക്രശനി എന്ന് പറയുന്നത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല, ഗുണാനുഭവം തന്നെ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് വേണം. അതുപോലെ ഏത് പ്രതിസന്ധികളെയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്ക് ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതിബന്ധങ്ങളെയും ഏത് തടസ്സങ്ങളെയും നമുക്ക് തരണം ചെയ്യാനാകും. സ്വന്തം കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ഈ സമയത്ത് ശ്രമിക്കണം.
ജന്മരാശ്യാധിപൻ വക്രത്തിലാകുമ്പോൾ ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വേണമെങ്കിൽ വരാം. അതുപോലെ പഠിതാക്കൾക്ക് ചിലപ്പോൾ പഠനത്തിൽ ചെറിയ ആലസ്യം, മെല്ലെപ്പോക്കൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത് പരിഹരിച്ച് അവ വിലയിരുത്തി അതിനൊരു പരിഹാരം ഉണ്ടാകണം. 3 ശനി വക്രത്തിലാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. 3 നിൽക്കുന്ന ശനിയാണ് വക്രത്തിലാകുന്നത്, അത് 2 വരുന്നത്. അപ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ കൂടും. ധനവിനിയോഗത്തിലും നമ്മൾ ശ്രദ്ധിക്കും, സംസാരത്തിലുമൊക്കെ ശ്രദ്ധിക്കും, ആഹാരത്തിലുമൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടും. ഇപ്പോൾ വക്രശനിയൊക്കെ 5 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വക്രശനി 5 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ പ്രണയബന്ധത്തിൽ, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ ഏരിയകളിൽ ഒരു അപഗ്രഥനം, ഒരു റീ ഇവാലുവേഷൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. വക്രശനി 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ വേണം. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർ, ഉന്നത പഠനം നടത്തുന്നവർ ഒക്കെ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ സീനിയർ അധ്യാപകരുമായിട്ട്, ഗുരുക്കന്മാരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് നമ്മൾ പ്രകോപനപരമായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം. വക്രശനി 12 ദൃഷ്ടി ചെയ്യുന്നു എങ്കിലും 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 12 ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ഉയർച്ചയുണ്ടാകും, താല്പര്യം കൂടും, പരോപകാര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. അതുവഴിയൊക്കെ നമുക്ക് ഈ ഗുണാനുഭവം പ്രതീക്ഷിക്കാം. പൊതുവെ 3 ശനി എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം മകരക്കൂറുകാർക്ക് ഉണ്ടാകില്ല. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും മീനൻ രാശിയിൽ ശനി വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ ഔട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിൽ പെടുന്നവർ, അതുപോലെ ചതയം പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർ. ഇപ്പം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശനി ജന്മരാശ്യാധിപനാണ്, അതേസമയം 12ാം ഭാവാധിപനുമാണ്. അങ്ങനെ 1ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് 29 മുതൽ 2 സഞ്ചരിക്കുകയാണ്, മീനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. 2 സഞ്ചരിക്കുന്ന ശനി ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ആ 2ാം ഭാവരാശിയിൽ വക്രഗതിയിലാകുന്നു. അങ്ങനെ വക്രഗതിയിലാകുന്ന വക്രശനി 4ലും 5ലും 11ലും ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി 2ൽ വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ നമ്മൾ 2ാം ഭാവസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് 7ര ശനി സമയത്തിൻ്റെ ഏഴര ശനിയുടെ ലാസ്റ്റ് ഘട്ടമാണ്. അപ്പോൾ 2ൽ ശനി വക്രത്തിലാകുന്നത് കൊണ്ട് ആ ശനി ജന്മരാശിയിലേക്കാണ് നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ശനിയുടെ സഞ്ചാരം പൊതുവെ കാര്യങ്ങൾക്ക് ഒരു മെല്ലെപ്പോക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട്. അപ്പം നമ്മൾ ഏറ്റെടുത്ത കർത്തവ്യങ്ങൾ, ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ചിലപ്പോൾ കൃത്യസമയത്ത് ചെയ്ത് തീർക്കാനാവാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കും. അതുപോലെ ഈ സമയത്ത് എന്ത് വീഴ്ചകളുണ്ടായാലും അത് കറക്റ്റ് ചെയ്ത് അവ പൂർത്തീകരിക്കുന്നതിന്, അവയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇപ്പം ജന്മരാശ്യാധിപൻ വക്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടണം. ഒരു സെൽഫ് ഇംപ്രൂവ്മെൻ്റ് നമുക്ക് ഈ സമയത്ത് വേണം. നമ്മളെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. മറ്റുള്ളവരോടുള്ള സമീപനം എങ്ങനെയാകണം എന്ന് നമ്മൾ വിലയിരുത്തണം. അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാകണം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ 2ൽ ശനി വക്രിയാകുന്നത് കൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള സംസാരം, ഇവയിലൊക്കെ നമുക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കണം, സമ്പാദ്യത്തിൽ ശ്രദ്ധിക്കണം, ബാങ്ക് ബാലൻസിൽ ശ്രദ്ധ കൊടുക്കണം. ഇവയൊക്കെ ഈ സമയത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളെ മുതൽ മുടക്കിൽ നമ്മൾ എവിടെ മുടക്കണം, എവിടെ മുടക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വിലയിരുത്തി വേണം നമുക്ക് ഈ ധനവിനിയോഗം നടത്തേണ്ടത്.
അതുപോലെ നമുക്ക് പൊതുവേ എല്ലാ കാര്യത്തിലും ഒരു റീ ഇവാലുവേഷൻ വേണ്ടിവരുന്ന സമയമാണ്. നമ്മൾ പിഴവുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ നമ്മുടെ ആഹാരത്തിൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ഒക്കെ തന്നെ കെയർ വേണ്ടുന്ന സമയമാണ്. 2-ൽ ശനി വക്രത്തിലാകുമ്പോൾ. വക്രശനി 4-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കുറയാൻ ചിലപ്പോൾ ഇടയാക്കും. അവിടെ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ ടെൻഷൻ, മാനസികമായിട്ടൊരു വിരുമിറുക്കം, കുടുംബത്തിൽ സന്തോഷക്കുറവ്, സുഖക്കുറവ്, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാം. അപ്പോൾ അവയൊക്കെ നമുക്ക് വിലയിരുത്തി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കുടുംബകാര്യങ്ങളിൽ സമീപിക്കേണ്ടുന്ന സമയമാണ്. മാതാവിനോടുള്ള കർത്തവ്യങ്ങൾ അത് കുറവ് വരാതെ നോക്കണം. അതുപോലെ വക്രശനി അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലർക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ വേണ്ടി വരുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ധനം നഷ്ടപ്പെടാതെ നോക്കണം. ഇൻഷുറൻസ് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. ചിലർക്ക് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അത് നമ്മൾ സത്യങ്ങൾ തുറന്നു പറയും, നമ്മൾ സത്യങ്ങളാണ് തുറന്നു പറയുന്നത്, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്കത് ഹർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ കഴിവതും ഈ സമയത്ത് നമ്മൾ അമിതമായിട്ട് സംസാരിക്കാതിരിക്കുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പഴയ സൗഹൃദങ്ങൾ, പണ്ട് നമുക്കുണ്ടായ സൗഹൃദങ്ങൾ, അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു സൗഹൃദം അവരുമായിട്ടൊരു കണക്ഷൻ ഇല്ല, കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ അത്തരത്തിലുള്ള സൗഹൃദം വീണ്ടും അപ്പിയർ ചെയ്യുന്നതിന്, റീ അപ്പിയർ ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മണി ഡീലിങ്സിൽ, മണി ട്രാൻസാക്ഷനിൽ, കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ വക്രശനി 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ വരുമാന മാർഗം, നമ്മുടെ വരുമാനത്തിൻ്റെ ഉറവിടം, ഇവയൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. അതിലെന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമ്മുടെ സൗഹൃദങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. സാമൂഹ്യ ബന്ധങ്ങളിൽ എന്തെങ്കിലും പോറലേറ്റിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവയൊക്കെ നമ്മൾ ഇവാലുവേഷൻ നടത്തി അവ പരിഹരിച്ച് പോകേണ്ടുന്ന സമയമായിട്ട് ഈ വക്രശനി സമയത്തെ കാണുക. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മീനം രാശിയിൽ ശനി വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ്. മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശനി 11-ാം ഭാവാധിപനുമാണ്, 12-ാം ഭാവാധിപനുമാണ്. അതായത് വരവിൻ്റെയും വ്യയത്തിൻ്റെയും, ധനനേട്ടത്തിൻ്റെയും ധനവ്യയത്തിൻ്റെയും ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ജന്മരാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ജന്മരാശിയിൽ നിൽക്കുന്ന ശനി ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ജന്മരാശിയിൽ വക്രഗതിയിലാകുകയാണ്. ആ വക്രഗതിയിലാകുന്ന ശനി ഈ കുറുകാരുടെ 3, 7, 10 ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു. പൊതുവെ ഈ കുറുകാർക്ക് ജന്മശനി, 7ര ശനിയുടെ സമയമാണ്, ജന്മശനി സമയമാണ്. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക്, ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നു. എല്ലാ കാര്യത്തിലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവ്, വർക്കിൽ താല്പര്യക്കുറവ്, കർത്തവ്യ നിർവഹണത്തിന് ഒരു ഉദാസീനതാ മനോഭാവം അവർക്ക് അനുഭവപ്പെടുന്നു. ഒരു നഷ്ടബോധം ഇവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മുടെ ചുറ്റിലും ആളുകളുണ്ടെങ്കിലും അവർക്കിടയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ അഭിമുഖീകരിച്ച് പോകുന്നവരാണ് ഈ മീനക്കൂറുകാർ കഴിഞ്ഞ ഏപ്രിൽ മുതൽ. അപ്പം അതേസമയം ജൂലൈ 13 മുതൽ ആ ശനി വക്രത്തിൽ, ജന്മശനി വക്രത്തിലാകുന്നു. ഏകദേശം അതായത് നവംബർ 28 വരെ 138 ദിവസങ്ങളോളം ജന്മരാശി നിൽക്കുന്ന ശനി, ആ ജന്മശനി വക്രത്തിലാകുകയാണ്. അപ്പോൾ ജന്മശനി വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ അത് അല്പ ആശ്വാസം ഈ കൂറുകാർക്ക് നൽകുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്കിടയിൽ ഉൾവലിഞ്ഞ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയൊക്കെ മാറി അവരുമായിട്ടൊക്കെ മിങ്കിള് ചെയ്ത് അവരുമായിട്ടൊക്കെ ഒരു സൗഹാർദ്ദമൊക്കെ സ്ഥാപിച്ച് അവരുടെയൊക്കെ ഒരു ഹെൽപ്പൊക്കെ കിട്ടുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചുറ്റുമുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിനും അവരുമായിട്ട്
കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ടൊരു സഹകരിച്ച് പോകുന്നതിനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും. ശനി 11ഉം 12ഉം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാകുകയാണ്. 11ാം ഭാവം എന്ന് പറയുമ്പം നമ്മുടെ ഇച്ഛാപൂർത്തി സ്ഥാനത്തിൻ്റെ അധിപനാണ് ശനി. ഇച്ഛാപൂർത്തി സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള, നേട്ടത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരു ഗ്രഹം വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടുന്ന സമയമാണ്. നമ്മുടെ വരുമാന മാർഗങ്ങൾ, നമ്മുടെ വരുമാന സോഴ്സുകൾ, ഇവയൊക്കെ വിലയിരുത്തേണ്ടുന്ന സമയമാണ്. ജന്മരാശിയിൽ ശനി വക്രത്തിലാകുമ്പോൾ ആ ശനി 12ാം ഭാവ രാശിയിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ അതും നമുക്ക് അല്പം ആശ്വാസം നൽകുന്ന സമയമാണ്. ശനി 12ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പം കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ടെൻഷൻ, പിരിമുറുക്കം, നെഗറ്റീവ് തോട്ടുകൾ, ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഭയം, ഇവയിലൊക്കെ ഒരു ആശ്വാസം നമുക്കുണ്ടാവും. അവയൊക്കെ മാറും എന്ന് തന്നെ പറയാം. എങ്കിലും നമ്മൾ ആലസ്യമൊക്കെ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ചിലർക്ക് വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് തൊഴിലിനൊക്കെ അവസരങ്ങൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വർക്കിൽ വലിയ നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം. വർക്കിലൊക്കെ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ട നഷ്ടങ്ങൾ, നഷ്ടസാധ്യതകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അമിതമായിട്ടുള്ള നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ചെലവുകളൊക്കെ നമുക്ക് ചുരുക്കാൻ കഴിയുന്ന സമയമാണ്. ആതുര സേവന പ്രവർത്തനങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ താല്പര്യം കൂടാവുന്ന സമയമാണ്. ഇതൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. എങ്കിലും ജന്മരാശിയിൽ ശനി വക്രത്തിലായതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് ചില വ്യക്തിത്വത്തിന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതായത് പൊതുവേ നമുക്ക് നമ്മളിലെ കുറവുകൾ നമ്മൾ പരിഹരിച്ചു പോകണം. ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടുന്ന ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ അപ്പിയറൻസിൽ മാറ്റം വരുത്തണം. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ സമീപനത്തിൽ ഒക്കെ തന്നെ ഒരു റീ ഇവാലുവേഷൻ വേണ്ടി വരുന്ന സമയം എന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ശരീര സംബന്ധമായിട്ടെന്തെങ്കിലും പെയിന്, പ്രത്യേകിച്ച് കാൽ വണ്ണയിലൊക്കെ മസ്കുലറായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അതുപോലെ തന്നെ വിശ്രമമില്ലായ്മ, ഒരു ടെൻഷൻ ഒക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ യോഗ, ധ്യാനം, ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്യൽ, ഇവ വഴിയൊക്കെ തന്നെ നമുക്ക് ഇവയൊക്കെ കുറയ്ക്കാൻ കഴിയും. ടെൻഷൻ മാറ്റാൻ കഴിയും. മാനസികമായിട്ടൊരു സമാശ്വാസം നേടാൻ കഴിയും. വക്രശനി 3ലും 7ലും 10ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ എഴുത്തുകളിൽ, നമ്മുടെ പ്രഭാഷണങ്ങളിൽ ഒക്കെ തന്നെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ കറക്റ്റ് ചെയ്ത് പോകണം. അവയിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് പോകണം. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിൽ, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. വക്രശനിയുടെ ദൃഷ്ടി 7ലുണ്ട്. അതുപോലെ നമ്മുടെ തൊഴിലിൽ പ്രത്യേകിച്ച് ഫോക്കസ് കുറയാതെ നോക്കണം. പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആ കർമ്മസ്ഥാനത്തിന് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വക്രശനി കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്താലും അത് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കുന്നുവെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു പോകുന്നതിന് ആ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് 10ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കർമ്മസുഖം നമുക്കുണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവേ നമുക്ക് തൊഴിലിടത്ത് പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ആ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് ജന്മശനി കൊണ്ടുള്ള
ജന്മരാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ കുറയുന്നതിനും നമുക്ക് അല്പം ആശ്വാസം നൽകുന്നതിനും ആ ജന്മരാശിയിലെ ശനി വക്രഗതിയിലാകുന്നത് മീനക്കുറുകാരെയും മീനലഗ്നക്കാരെയും സഹായിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.